ഗൈസ്, ജപ്പാനിലൊരു ക്വാളിറ്റീസ് ആട്ടോ. ഈ പുള്ളിനെ ഇന്ന ആരും കണ്ടിട്ടില്ല. ഈ പുള്ളിയുടെ പേര് ആർക്കും അറിയില്ല. ഈ പുള്ളി ആ കാലത്ത് 3 മില്യൺ yen ജാപ്പനീസ് എന്നാണ് എടുത്തുകൊണ്ട് പോയത്. റിയൽ മണി ഹീസ്. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ December 10, 1960 ഒരു ബാങ്കിൽ നിന്ന് വേറെ ബാങ്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പൈസ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് സെക്യൂരിറ്റീസ് ഒക്കെ പൈസയൊക്കെ റെഡിയാക്കി വെഹിക്കിളിനുള്ളിൽ വെച്ചു. അപ്പോൾ 2 സെക്യൂരിറ്റീസ് ഉണ്ട്. അപ്പോൾ പോണേൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് ഈ ഒരു പുള്ളി ഹീസ് നടത്തിയ പുള്ളി ഈ പോലീസുകാരുടെ യൂണിഫോം ഒക്കെ ഇട്ട് ജസ്റ്റ് ഇവരെ സമീപിച്ച് ചോദിച്ചു, ഞാൻ ഇതിൻ്റെ അടിയിൽ ബോംബ് ഉണ്ടോ നോക്കട്ടേനു ചോദിച്ചു. അപ്പോൾ ഇവർക്ക് വലിയ സസ്പീഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യില്ല. കാരണം കാണുമ്പോൾ പോലീസുകാരുടെ ഡ്രസ്സും പിന്നെ എക്സ്ട്രാ സെക്യൂരിറ്റി, ബാങ്കിൻ്റെ വക എക്സ്ട്രാ സെക്യൂരിറ്റിയാണ് വിചാരിച്ച് ഇവർ സമ്മതിച്ചു. എന്നിട്ട് ഈ പുള്ളി കാറിൻ്റെ അടിയിൽ പോയിട്ട് ബോംബൊന്നും ഇല്ലായിരുന്നു, പക്ഷേ പുള്ളിയുടെ കയ്യിൽ ഒരു ബോംബ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബോംബ് പുള്ളി എടുത്ത് ഒരു പടക്കം പോലത്തെ സംഭവം, അപ്പോൾ അത് കത്തിച്ചപ്പോൾ സംഭവിച്ചു നോക്കുകയാണെങ്കിൽ ഫുൾ പുകയൊക്കെ ആയപ്പോൾ ഇവർ പേടിച്ചു പോയി. ആ സെക്യൂരിറ്റീസ് പേടിച്ചു പോയി. അപ്പോൾ അവർ പാനിക്കായിട്ട് അവർ ഓടിപ്പോയപ്പോൾ ആ സമയം നോക്കി ഈ പുള്ളി കാർ ഓടിച്ചുകൊണ്ട് പോയി. ഇന്നേ വരെ ഈ